നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ. മുൻപ് നിപ്പ ബാധ ഉണ്ടായപ്പോൾ ആ ഘട്ടത്തിൽ LDF ഭരണമായിരുന്നു. ആ ഘട്ടത്തിൽ ആരാണോ ആരോഗ്യമന്ത്രി, ആ ആരോഗ്യമന്ത്രി നിപ്പ ബാധിത പ്രദേശങ്ങളിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ശ്രമിച്ചിരുന്നത്. സാധാരണ നിലയിൽ പ്രവർത്തനങ്ങൾ നടക്കും. പക്ഷേ ഇതുപോലൊരു ബാധ ഉണ്ടായാൽ നിപ്പയെപ്പോലുള്ള ഒരു മാരകമായ പ്രകടശേഷിയുള്ള രോഗം വ്യാപിക്കാനുള്ള സാധ്യത കണ്ടാൽ അത് തടയുന്നതിനുള്ള ഏകോപനം വളരെ പ്രധാനമാണ്. അത് ഉത്തരവാദപ്പെട്ട മന്ത്രി കൂടി ക്യാമ്പ് ചെയ്തുകൊണ്ട് നടത്തുന്ന നിലയാണ് മുൻകാലങ്ങളിൽ കേരളം കണ്ടിരുന്നത്. പക്ഷേ അത്തരമൊരു ജാഗ്രത എവിടെയും കാണാനില്ല എന്നതാണ് നിർഭാഗ്യകരമായ വശം. നിപ്പ കൺട്രോൾ റൂം അതെന്തോ ജനപ്രതിനിധികൾ അകന്നു നിൽക്കേണ്ട ഒരു സ്ഥലമാണ് എന്ന മട്ടിലാണ് ഇപ്പോൾ സർക്കാർ അതിനെ കൈകാര്യം ചെയ്യുന്നത്. ജനപ്രതിനിധികൾ കൂടി സഹകരിച്ച് അവരുടെ കൂടി നല്ല കൂട്ടായ്മയുടെ ഭാഗമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനാണ് മുൻകാലങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നത്. നിപ്പയുടെ അതീവ ഗൗരവമായ സാഹചര്യം ഉയർന്നു വന്ന ഘട്ടത്തിലാണ് ഇവിടെ വലിയ തോതിൽ ആക്ഷേപത്തിനിടയാക്കിയ DHSനെ മാറ്റുന്ന നടപടിയുണ്ടായത്. ഇതിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഫലപ്രദമായി നേതൃത്വം കൊടുക്കേണ്ടത് ആരോഗ്യവകുപ്പാണ്. അതിൻ്റെ തലപ്പത്തിരിക്കുന്നയാളെ ഇത്തരമൊരു ഘട്ടത്തിൽ മാറ്റുക എന്നത് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കുന്ന കാര്യമല്ല. പക്ഷേ ആരോഗ്യമന്ത്രി പറയുന്നത് സിസ്റ്റത്തോടുള്ള നിസ്സഹകരണം കാരണമാണ് മാറ്റിയത് എന്നാണ്. വകുപ്പിലെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് സുതാര്യമായി പ്രവർത്തിച്ചു വരുന്ന ഒരു സംവിധാനം നിലവിലുള്ളതാണ്. അത് തകർക്കാൻ പുതിയ സർക്കാർ ശ്രമിച്ചപ്പോൾ അതിന് കൂട്ടുനിന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നാണ് മനസ്സിലാക്കുന്നത്.